Guys, welcome back to my channel Dilshan's Miracle. So guys, ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞാൽ പോകുന്നത് ഒരു നോർമൽ ടിപ്പിക്കൽ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ അല്ല ഇത്. ഒരു ഫോണിലെ എല്ലാ ടിപ്സ് ആൻഡ് ട്രിക്സും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത് യൂസ്ഫുൾ ആണ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിരിക്കും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ വീഡിയോ എന്തായാലും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു വീഡിയോയിൽ പറയുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് 60% ആൾക്കാർക്കും അറിയില്ല. സോ വീഡിയോയിലേക്ക് പോവാം. സോ ഫസ്റ്റിന് നമുക്ക് കോൾ ചെയ്യുന്ന ഭാഗത്തുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് നോക്കാം. സോ നമ്മളൊക്കെ കോൾ ചെയ്യുന്ന സമയത്ത് നേരിടുന്ന ഒരു പ്രശ്നമാണ്. അത്യാവശ്യം ക്രൗഡഡ് ആയ പ്ലേസിലൊക്കെ പോയി കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നത് എന്താ അപ്പുറത്തുള്ള ആൾക്ക് മനസ്സിലാവില്ല. അതിപ്പോ നിങ്ങൾ എത്ര ഒച്ചയിൽ പറഞ്ഞാലും പുറത്തുള്ള ഒച്ച കാരണം അവർക്കൊന്നും കേൾക്കൂല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നേരെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ടാകുമ്പോൾ അവിടെ ക്ലിയർ വോയിസ് സെർച്ച് ചെയ്ത് ഈ ഒരു ഓപ്ഷൻ എടുക്കാം. then അതൊന്ന് ഓൺ ചെയ്തിട്ടാൽ മതി. പിന്നെ നിങ്ങൾ അത്യാവശ്യം ക്രൗഡഡ് ആയ പ്ലേസിൽ പോയിട്ട് സംസാരിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കട്ട് ചെയ്യും. അങ്ങനെ നിങ്ങളുടെ വോയിസ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവർക്ക് കേൾക്കും. അടുത്ത ട്രിക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി കുറെ കോളൊക്കെ വരാറുണ്ടെങ്കിൽ പറയാൻ പോകുന്ന ഓപ്ഷൻ ഓൺ ചെയ്യണം. നിങ്ങൾ നേരെ ഡയലർ ഓപ്പൺ ചെയ്ത് സെറ്റിംഗ്സ് എടുത്ത് കോളർ ഐഡി അനൗൺസ്മെന്റ് ഇത് കാണാം. അതൊന്ന് ഓൺ ചെയ്തിടാം. ഇത് ഓൺ ചെയ്ത് വെച്ചാൽ നിങ്ങൾ കോൺടാക്റ്റിൽ സേവ് ചെയ്ത് വെച്ച ആൾക്കാർ നിങ്ങളെ വിളിക്കുന്ന സമയത്ത് അവരുടെ പേര് അവരെ നിങ്ങളെ വിളിക്കുന്ന സമയത്ത് അനൗൺസ് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കോൾസ് ആണെങ്കിൽ മിസ് ആവത്തില്ല. അപ്പൊ ഇനി പറയാൻ പോകുന്ന ട്രിക്ക് എന്തായാലും കോൾ ചെയ്യുന്ന സമയത്ത് യൂസ്ഫുൾ ആവുന്ന ഒരു കിടിലൻ ട്രിക്കാണ്. ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ കോൾ ഒന്ന് റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അവർ റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അനൗൺസ്മെന്റ് വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നേരെ ഡയലറിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ ജസ്റ്റ് അടിയിലോട്ട് സ്ക്രോൾ ചെയ്ത് ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. പിന്നീട് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവില്ല, പകരം ഒരു ബീപ്പ് സൗണ്ടേ ഉണ്ടാവും. നെക്സ്റ്റ് ടോപ്പിക് ക്യാമറയാണ്. അതിൽ എന്തൊക്കെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എല്ലാവർക്കും QR കോഡ് എന്താ അറിയാലോ. ആ ഒരു QR കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്യണമെങ്കിൽ അതിനായിട്ട് വേറെ ആപ്ലിക്കേഷൻ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണം. എന്നാൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്ത് സൈഡിൽ കാണുന്ന ഈ ഒരു ലൈൻ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ടാകുമ്പോൾ അവിടെ QR കോഡ് സ്കാനർ എന്ന് കാണും. അതൊന്ന് ഓൺ ചെയ്തിടാം. അതിനുശേഷം നിങ്ങൾ ഏതൊരു QR കോഡ് എടുത്ത് നിങ്ങളെ ക്യാമറ ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്കാൻ ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഒരു ആപ്പിന്റെ ആവശ്യമില്ലാണ്ട് QR കോഡ് നിങ്ങളെ ക്യാമറ ആപ്പ് യൂസ് ചെയ്ത് സ്കാൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ട്രിക്ക് എന്താ വെച്ചാൽ നിങ്ങൾ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്ത് വോളിയം ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോ എടുക്കും. എന്നാൽ ഫോട്ടോ എടുക്കാൻ മാത്രമല്ല വോളിയം ബട്ടൺ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ക്യാമറ ആപ്പിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് അവിടെ വോളിയം ആക്ഷൻ കാണും. അതിൽ നിങ്ങൾ സൂം കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് വോളിയം ബട്ടൺ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സൂം ഔട്ടും സൂം ഇന്നും ചെയ്യാൻ പറ്റും. അടുത്ത ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് യൂസ്ഫുൾ ആകുന്ന ഒരു ട്രിക്കാണ്. നമ്മളൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എന്തായാലും കുറച്ചൊക്കെ ചെടിയിട്ടായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഫോട്ടോയിൽ ചെരിവൊന്നുമില്ലാണ്ട് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് എങ്ങനെ ഫോട്ടോ എടുക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുള്ള ഓപ്ഷൻ നമ്മുടെ ക്യാമറ ആപ്പിൽ തന്നെ ഉണ്ട്. പ്ലസ് ക്യാമറ ആപ്പിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ലെവൽ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് കിട്ടാൻ മതി. നിങ്ങൾ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നടുക്കൊരു ലെവൽ കാണും. ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ഒരു ലെവൽ നോക്കി സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഫോണിന്റെ സ്പീക്കർ എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. ഫസ്റ്റ് ട്രിക്ക് എന്താ വെച്ചാൽ നിങ്ങൾ ഫോണിന്റെ സ്പീക്കറിൽ വെള്ളം കയറി ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ എന്താ ചെയ്യുക, സ്പീക്കർ വായിൽ വെച്ച് വലിക്കോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഫസ്റ്റ് വേഗം ചെയ്യേണ്ടത് ഏതെങ്കിലും ഹൈ വോളിയത്തിലുള്ള ഒരു പാട്ട് പ്ലേ ചെയ്യുക. പാട്ട് പ്ലേ ചെയ്യാൻ കഴിയും ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ക്ലിയർ സ്പീക്കർ എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫസ്റ്റ് കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ സ്പീക്കറിൽ ഒരു ഹൈ വോളിയത്തിൽ ഒരു ഫ്രീക്വൻസി സൗണ്ട് കേൾക്കും. ആ ഒരു ടൈമിൽ നിങ്ങൾ സ്പീക്കർ നോക്കുന്ന സമയത്ത് സ്പീക്കറിന് വെള്ളം ചാടുന്ന കാണും. അങ്ങനെ നിങ്ങൾക്ക് സ്പീക്കറിൽ വെള്ളം കയറിയത് ഒഴിവാക്കാൻ പറ്റും. നെക്സ്റ്റ് ട്രിക്ക് എന്താ വെച്ചാൽ നിങ്ങളുടെ ഫോണിന്റെ സ്പീക്കറിന് അത്ര വലിയ സൗണ്ട് ഇല്ല. നിങ്ങൾ ഒരു സിനിമ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്ന സമയത്തോ ഗെയിം കളിക്കുന്ന സമയത്തോ നിങ്ങൾക്ക് ആ ഒരു ഫീൽ അങ്ങ് കിട്ടുന്നില്ല. അതിന്റെ കാരണം നിങ്ങൾ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ടാണ്. ഏത് ഓപ്ഷൻ എന്ന് വെച്ചാൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് അവിടെ സൗണ്ട് എഫക്ട് എന്ന് സെർച്ച് ചെയ്ത് ഈ ഒരു ഓപ്ഷൻ എടുക്കുക. അതിൽ നിങ്ങൾക്ക് ഗെയിം കളിക്കുമ്പോൾ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, മൂവി കാണുന്ന സമയത്ത് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, പാട്ട് കേൾക്കുന്ന സമയത്ത് ഇടാനുള്ള ഓപ്ഷനും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഓരോ കാര്യം ചെയ്യുന്ന സമയത്ത് ഓരോ ഓപ്ഷനിലേക്ക് ഇടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ടിൽ ഇട്ടാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ആവും. അടുത്തത് നിങ്ങളുടെ ഫോൺ ഇപ്പൊ എത്ര പഴയ ഫോണായാലും ശരി കുറച്ച് നിങ്ങളുടെ ഫോൺ ഒന്ന് ഫാസ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനുള്ള ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടാകുമ്പോൾ അവിടെ ബിൽഡ് നമ്പർ എന്ന് സെർച്ച് ചെയ്ത് ഈ ഒരു ഓപ്ഷൻ എടുക്കുക. ഒരു 7 ടൈം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡെവലപ്പർ മോഡ് ഓപ്പൺ ആവും. അതൊന്ന് ഓപ്പൺ ചെയ്തിട്ടാകുമ്പോൾ അടിയിലോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആനിമേഷൻ എന്ന് പറഞ്ഞ 3 ഓപ്ഷൻ കാണും. അതൊക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് 0.5 ഒന്ന് ഇടാം. ദെൻ കുറച്ച് താഴോട്ടേക്ക് പോയിട്ട് ഈ ഒരു ഓപ്ഷൻ ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം നിങ്ങളൊന്ന് ഫോൺ യൂസ് ചെയ്ത് നോക്ക്. ആദ്യം ഉള്ളതിനെയും കാട്ടി നല്ല സ്മൂത്ത് ആൻഡ് സ്പീഡിൽ നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നത് ഉറപ്പായിട്ടും കാണും. എന്നോട് കുറെ പേര് ഫോൺ ഭയങ്കര ലാഗ് സ്മൂത്ത് ഒന്നും ഇല്ലാന്ന് പറയുന്ന സമയത്ത് ഞാൻ ഇതാണ് അവർക്ക് ചെയ്ത് കൊടുക്കാറ്. അതിനുശേഷം അവർ യൂസ് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അടുത്ത് ഈ പറയാൻ പോകുന്ന കാര്യം എന്തായാലും നിങ്ങളുടെ ഫോൺ ഓൺ ചെയ്ത് നോക്കേണ്ട ഒരു ഓപ്ഷനാണ്. സപ്പോസ് നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ഫോൺ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ തട്ടിപ്പറിച്ചു, ആ ഒരു സ്പോട്ടിൽ തന്നെ നിങ്ങളുടെ ഫോൺ ലോക്ക് ആവും. കള്ളന്മാർക്ക് നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റൂല. കള്ളന്മാർ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ കയ്യിൽ നിന്ന് പെട്ടെന്ന് തട്ടിപ്പറിക്കുന്ന സമയത്ത് ഫോൺ ഓട്ടോമാറ്റിക് ആയിട്ട് ലോക്ക് ആവും. ഓൺ ചെയ്ത് വെച്ചാൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് അവിടെ തെഫ്റ്റ് പ്രൊട്ടക്ഷൻ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ടാകുമ്പോൾ ഈ ഒരു ഓപ്ഷൻ എടുത്ത് അതൊന്ന് ഓൺ ചെയ്ത് വെച്ചാൽ മതി. അത്രേ ഉള്ളൂ. ആര് തട്ടിപ്പറിച്ചാലും അവർ മോഷൻ ഡിറ്റക്ട് ചെയ്ത് ഫോൺ ലോക്ക് ആവും. അടുത്തത് നിങ്ങളുടെ ഫോൺ കളഞ്ഞുപോയി കാണുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് വേറൊരു ഫോണിന് നിങ്ങളെ ഫോൺ ലോക്ക് ചെയ്തിട്ട് എല്ലാ ഡാറ്റാസും ഫയൽസും ഒക്കെ സെക്യൂർ ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ സെറ്റിംഗ്സിൽ ഇപ്പം തന്നെ പോയിട്ട് റിമോട്ട് ലോക്കിംഗ് സെർച്ച് ചെയ്തിട്ടാകുമ്പോൾ ആ ഒരു ഓപ്ഷൻ ഇനാബിൾ ചെയ്ത് ഏതൊരു ഡിവൈസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യേണ്ടത് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ നിങ്ങളുടെ ഫോൺ കളഞ്ഞു പോയാൽ നിങ്ങൾക്ക് വേറൊരു ഡിവൈസ് ഫോൺ കണ്ടുപിടിക്കാനും പറ്റും. അതിലുള്ള ഡാറ്റാസ് ഒക്കെ സെക്യൂർ ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കാനും പറ്റും. അടുത്തത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. നിങ്ങൾ കീബോർഡ് ഓപ്പൺ ചെയ്ത് അവിടെ ക്ലിപ്പ് ബോർഡ് എന്ന് കാണാം. അതൊന്ന് ഇപ്പോഴേ ഓൺ ചെയ്ത് വെക്കുക. അത് ഓൺ ചെയ്ത് വെച്ചാലുള്ള ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ എന്തൊക്കെ കോപ്പി ചെയ്യുന്നോ ആ കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. നിങ്ങളിപ്പോ കുറെ കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്ത് ഒരാൾക്ക് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്ലിപ്പ് ബോർഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കോപ്പി ചെയ്ത എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. വേണ്ടുന്ന കാര്യം അവിടെ തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് സെൻഡ് ചെയ്യാം. ഓരോ നിങ്ങൾ ബാക്ക് അടിച്ച് കോപ്പി ചെയ്ത് സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്ത ട്രിക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു സ്പേസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ലെഫ്റ്റിലോട്ടേക്ക് റൈറ്റിലോട്ടേക്ക് ആകുന്ന സമയത്ത് കേഴ്സർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതാണ്.
കാണും. അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കറക്ഷൻ എന്തൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അടുത്ത പറയാൻ വന്നു ഫോണിന്റെ ബാറ്ററിയെ പറ്റിയുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. ഇത് പറയാൻ വേണ്ടിയിട്ടായിരിക്കും മിക്കവരും വെയിറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ട്രിക്കിന് എന്താ വെച്ചാൽ നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററി അധികം സമയം നിൽക്കുന്നില്ല, വേഗം തന്നെ ചാർജ് തീർന്നു പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എന്തായാലും നിങ്ങൾ ഓൺ ചെയ്യണം. നിങ്ങൾ നേരെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ബാറ്ററി ഓപ്ഷൻ എടുത്തിട്ടാകുമ്പോൾ സ്ലീപ്പ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ബാറ്ററി യൂസ് ചെയ്യുന്നത് കുറക്കും. അതായത് നിങ്ങൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ പല ആപ്പും റൺ ആവും, അതൊക്കെ നിങ്ങളുടെ ബാറ്ററി വലിച്ചെടുക്കും, അത് കുറക്കും. പിന്നെയുള്ളത് വേറൊരു ഓപ്ഷൻ ആണ്. ഇത് എല്ലാ ഫോണിലും ഉണ്ടാകണമെന്നൊന്നുമില്ല, റാപ്പിഡ് ചാർജിംഗ് ആണ് ഈ ഒരു ഓപ്ഷന്റെ പേര്. ഓൺ ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ ഫോൺ സാധാരണ ചാർജ് കയറുന്നതിനെക്കാട്ടി സ്പീഡിൽ ചാർജ് കയറും. പക്ഷെ ഇതിന്റെ നെഗറ്റീവ് സൈഡ് എന്താ വെച്ചാൽ ഫോൺ കുറച്ചധികം ഹീറ്റ് ആവും. വേറെ കുഴപ്പം കാര്യമൊന്നുമില്ല, ഫോൺ ഹീറ്റ് ആവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് വെച്ച് ചാർജ് കിട്ടി കയറാൻ പറ്റും. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. ഒരിക്കലും നിങ്ങളുടെ ഫോണിന്റെ ചാർജ് 100% ആക്കാൻ പറ്റൂല. ആക്കിയാൽ എന്താ കുഴപ്പം, കുറെ ടൈം നിൽക്കൂലെന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷെ ചെയ്യരുതെന്നേ ഞാൻ പറയൂ. കാരണം നിങ്ങൾ ഓരോ ടൈം ചാർജ് ചെയ്യുന്ന സമയത്ത് ബാറ്ററിന്റെ ഓരോ സൈക്കിളും കംപ്ലീറ്റ് ആകും. അപ്പോൾ ബാറ്ററി ഏറ്റവും നല്ലത് 30ഉം 80ഉം അതിന്റെ ഇടയിലാണ്. ഈ ഒരു ബാറ്ററി ലെവലിൽ നിങ്ങൾ ഫോൺ കൊണ്ടുപോകുകയാണെങ്കിൽ ബാറ്ററി ഹെൽത്ത് ഒക്കെ ഗുഡ് ആയിരിക്കും. ഇപ്പൊ അവസാനമായിട്ട് ഈ ഒരു ടിപ്പും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അപ്പൊ ആ ഒരു ടിപ്പ് എന്താ വെച്ചാൽ നിങ്ങളെ ഡയലർ ഓപ്പൺ ചെയ്ത് ഈ ഒരു കോഡ് നിങ്ങൾ അടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിന്റെ കംപ്ലീറ്റ് പാർട്സ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിപ്പോ ഡിസ്പ്ലേ ആയാലും ക്യാമറ ആയാലും സ്പീക്കർ മൈക്ക് എല്ലാം നിങ്ങൾക്ക് അവിടെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് മെയിലി എപ്പോൾ യൂസ് ആണെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ ഒക്കെ എടുക്കുന്ന സമയത്തായിരിക്കും യൂസ്ഫുൾ ആകുന്നത്. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ എന്തായാലും നമ്മൾ ഫോണിന്റെ മേജർ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന 60% ആൾക്കാർക്കും ഈ കാര്യങ്ങളൊന്നും അറിയില്ല. പറയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അത്ര തന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി, അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡു ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.